ഇവിടൊക്കെ ഇടിഞ്ഞു വന്നിട്ടുള്ള മല ഇടിഞ്ഞു വന്നിട്ടുള്ള നോക്കി എന്നാ വലുപ്പത്തിലാവുന്നേക്കുന്നത് നോക്കി. ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലെ ഒരു വ്യൂ പോയിന്റ് ഇത്. ഓരോ തൂണിന്റെ ഒക്കെ പൊക്കം കണ്ടോ. നമ്മള് താവി റിവറാണ് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ നദികൾക്കും നടുക്ക് മാത്രമേ കുറച്ച് വെള്ളമുള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നലെ കണ്ടതിനെക്കാട്ടി വെള്ളമുണ്ട് ഇവിടെ. ഈ മല കയറിയാ പോകുന്നത്. എൻ്റെ മോളിൽ കൂടെ ബസ് പോകുന്നുണ്ടോ, ഇറങ്ങിയത് കയറി മോളിൽ പോകണം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ജമ്മു സിറ്റിയിലേക്ക് പോകാം. ശ്രീനഗർ 243 കിലോമീറ്റർ, ഉധംപൂർ 62 കിലോമീറ്റർ, കട്ര 37 കിലോമീറ്റർ. വെൽക്കം JMC. രാവിലെ തന്നെ കുപ്പിയൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവരുന്നേ. നമുക്കെന്നാൽ രാവിലെ ഇന്നൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. തൊണ്ടയൊക്കെ ഒരു തണുപ്പടിച്ചിട്ടാണോ ചെറിയൊരു ജലദോഷമൊക്കെ രാവിലെ. ചായ കുടിച്ചോ? ചായ കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് ബാത്റൂമിൽ പോകാമെന്ന് വിചാരിച്ചു തന്നാ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലൂടെ ശ്രീനഗർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുത്തേട്ട് ട്രാവലോഗിൻ്റെ കശ്മീർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ജമ്മു കഴിഞ്ഞ് ശ്രീനഗർ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മലകൾ കയറി ഇറങ്ങി വേണം ശ്രീനഗറിലെത്താൻ, കശ്മീർ താഴ്വരയിലേക്ക് എത്താൻ. IIT ജമ്മു ലെഫ്റ്റിലേക്ക് പോകണം. കാണുന്നതാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ജമ്മു ടൗണൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങി വന്ന് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കിടന്നുറങ്ങി. IIM ജമ്മു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജമ്മു. ഏതൊക്കെയായാലും റോഡ് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഓടിപ്പോവാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ലോറികൾ വിടുന്നില്ലായിരുന്നല്ലോ, കൊണ്ടുപോയിട്ടായിരുന്നു വിടുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടേ ഇങ്ങനെ വണ്ടി പിടിച്ചിടുമായിരുന്നു. അങ്ങനെയല്ല നമ്മൾ വന്നപ്പം 6 ദിവസം ബ്ലോക്കിൽ കിടന്നിട്ടല്ലേ പോയത്. പ്രാവശ്യം പിന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ ഈ പണി നടക്കുന്ന ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നത്. മലകൾ കയറി ഇറങ്ങി പോകാമെന്ന് മുമ്പേ പറഞ്ഞപ്പോഴേ പണ്ടത്തെ പോലെ അധികം മലകളൊന്നും കയറി ഇറങ്ങുന്നില്ല ഇപ്പം. ഇതുണ്ടോ, പുതിയ എക്സ്പ്രസ് വേയുടെ പാലത്തിനുള്ള തൂണുകളായി പണിയുന്നത്. അപ്പോൾ എത്ര പൊക്കത്തിൽ കൂടെ ആയിരിക്കും. ഈ കയറ്റമൊന്നും ഇല്ലാതെ ഈ പാലമാക്കുക ഇവിടെ എല്ലാം. നോക്കി എന്നാ തൂണുകളാന്ന് നോക്കി. ഓരോ തൂണിൻ്റെ ഒക്കെ പൊക്കം കണ്ടോ. അതെ അതെ, മല കട്ട് ചെയ്ത് കണ്ടോ. അതിലെ ഇതാ വരുന്നത്, പാലാ വരുന്നത്, ഫ്ലൈ ഓവറാ. മല കട്ട് ചെയ്തേക്കുന്നത് പക്ഷെ മണ്ണാ മൊത്തം അല്ലേ. ഉറപ്പില്ലാത്ത മണ്ണാ. ആ താഴെ കാണുന്ന വഴിയുണ്ടോ, ആ വഴി കൂടെ ഞാൻ പോയിട്ടുണ്ട്. പണ്ടത്തെ വഴിയാ, അത് പഴയ വഴിയാ. ഇപ്പൊ അധികം മലകൾ കയറി ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ ഒരുപാട് ടണലുകൾ വന്നു. അതുകൊണ്ടോ ആ ഹൈവേ ആ മോളിൽ കൂടെ നമുക്ക് പോകണ്ടേ. ഇതിങ്ങനെ കറങ്ങി നമ്മൾ ആ പാലത്തിലേക്കാണ് ചെല്ലുന്നത്. ടണലുകളും പുതിയ ഹൈവേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പഴയ അത്ര ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പോകാൻ പറ്റിയാൽ ഇപ്പം കുറവാണ്. പക്ഷെ പണ്ട് വരുമ്പം 2 ദിവസം വേണം കേട്ടോ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ ചെല്ലാൻ. 250-300 കിലോമീറ്റർ ഉള്ളേ. പക്ഷേ ലോറി ഓടിയാൽ തന്നെ 2 ദിവസം വേണമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും മാത്രമേ പോകത്തുള്ളൂ വണ്ടി. ഒരു കയറ്റം കയറി, ഒരു മല കയറി ഇറങ്ങി, അടുത്ത മല കയറി ഇറങ്ങി, അങ്ങനെ ആയിരുന്നു. ഇപ്പം പിന്നെ ഒരുപാട് ടണലുകൾ വന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താം. നമ്മളിപ്പം താഴേന്ന് കണ്ടേ ആ പാലമായത്. ആ പാലത്തിൻ്റെ മുകളിൽ വന്നു നമ്മൾ. ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലെ ഒരു വ്യൂ പോയിന്റ് ആയത്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ടിട്ട് പതുക്കെ ഇങ്ങനെ നടന്നു വന്നതാണ്. താഴോട്ട് നോക്കിയാൽ ലോറികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ഈ താഴെ നോക്കിയപ്പം കണ്ട ആ പാലത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതുണ്ട് നമ്മൾ വന്ന വഴി. ഇതേതോ ഒരു നദിയാണ്, നദിയുടെ പേരറിയത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, താവി നദി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നില്ലേ, ആ നദിയുടെ കൈവഴികൾ വല്ലതും ആയിരിക്കും. അതേപോലെ തന്നെ ഡൽഹി അമൃത്സർ കട്ര ഹൈവേയുടെ പണിയാണ് നടക്കുന്നത്. അതിൻ്റെ തൂണുകളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഹൈവേ വരുമ്പം ആ പൊക്കത്തിൽ കൂടെ കണ്ടോ, ആ അതേ ഹൈറ്റിൽ ഈ മലയുടെ മുകളിലായിരിക്കും വന്ന് ചേരുന്നത്. ഈ കയറ്റം നമ്മളിപ്പോൾ ഈ താഴേന്ന് കയറി വന്ന ആ കയറ്റം കയറേണ്ടി വരികയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാലം വന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വലിയൊരു മല കയറിയാ വന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇലക്ട്രിക് ബസ്സാണ് വരുന്നത്, നമ്മൾ ഇന്നലെ കണ്ട ടൈപ്പ്. ഇതുണ്ടോ, എവിടെ ആക്കിയാലും റോഡൊക്കെ തൂത്തിടുന്നുണ്ട് ഇവർ കേട്ടോ. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, ജാഡു എങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് നോക്കി. ഏതാണ്ട് ഇവിടെ നിൽക്കുന്ന കുറ്റിച്ചെടിയുടെ കമ്പ് വിലയും കൂടെ, അതിന് പക്ഷേ ബലമുണ്ട്. ഈ ചെടിയാ കേട്ടോ. അതാ താഴെ കൂടെ ഇതേ ആ മലയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പുതിയ ഹൈവേയുടെ എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു.
തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിയ ചൂല് നമ്മൾ ജമ്മുവിൽ കൊണ്ട് ഇറക്കി. ഇനി നമ്മൾ ആപ്പിൾ സീസൺ ആയതുകൊണ്ട് ആപ്പിൾ ലോഡ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ശ്രീനഗർ ലക്ഷ്യമാക്കി പോവുകയാണ്. ആപ്പിൾ ലോഡൊക്കെ കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടികളൊക്കെ കൂടുതലുണ്ടായി ലോഡ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടും വാടകയൊക്കെ കുറയും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഈ ഡൽഹി സൈഡ് എല്ലാം ലോഡ് ഇറക്കുന്ന വണ്ടികൾ, തമിഴ്നാട് വണ്ടികളെല്ലാം ഇങ്ങനെ നേരെ ആപ്പിൾ സീസൺ ആയതുകൊണ്ട് കാശ്മീരിലേക്ക് പോരുമായിരുന്നു. ശ്രീനഗറിന് ഇനി 228 കിലോമീറ്റർ ഉണ്ട്. ഉദംപൂർ 47, കട്ര 22. കട്രയിലാണ് വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കട്രയിലല്ല പറഞ്ഞാൽ, കട്രയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ നടന്നോ കുതിരപ്പുറത്തോ ഒക്കെ പോയി മലയുടെ മുകളിലാണ് വൈഷ്ണോദേവി ക്ഷേത്രം. കട്ര ചെന്നിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് അങ്ങൊരു പാലം കാണുന്നുണ്ട്, അതിൽ നമ്മളിപ്പം വന്നേ. ഇതുണ്ടോ ആർമിയുടെ മറ്റേ പീരങ്കിയൊക്കെ. അത് ചൂലിറക്കിയോണ്ട് ഇനിയിപ്പോൾ സൈഡൊന്നും നോക്കണ്ട കേട്ടോ, കുഴപ്പമില്ല, എതിരെ വെള്ളം കയറിപ്പോവാം. ഇതെല്ലാം കാശ്മീർ വണ്ടികളാണ്, എല്ലാം സിംഗിൾ വണ്ടികളാണ്, 6 വീൽ വണ്ടികളാണ് കൂടുതലും ഇവിടെ. നമുക്ക് അവിടെ തേങ്ങാപ്പൂളിന് ഒരു വിലയില്ല. ഇവിടെ കണ്ടോ, അത് വച്ചേക്കുന്നുണ്ടോ, നല്ല പൂ പോയിരിക്കുന്നതുണ്ട്, താമരപ്പൂ ഇരിക്കുന്നത്. ആ ലൈൻ പോകാത്ത ഏതുണ്ടോ, ബ്ലാക്ക് ലിസ്റ്റാണ് കാണിക്കുന്നത് ആ വണ്ടിയുടെ. അതുകൊണ്ടാണ്. എന്താണേലും ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെന്നറിയോ, പോലീസിൻ്റെ പിരിവ് നിന്നു. ഒരിടത്തും പോലീസ് പിരിവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം ജസ്റ്റ് ഇത്രയും വന്നതല്ലേ ഉള്ളൂ, ഒരു 10,000-2,000 രൂപയെങ്കിലും പോലീസിന് കൊടുക്കേണ്ടി വന്നേനെ. അതെ, നമ്മളെ ഫസ്റ്റ് ടണൽ, ആ ചെറിയൊരു മലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടണലാണ്. പണ്ടൊക്കെ ഇതൊന്നും ഇല്ലാഞ്ഞ കാലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ മല കയറി ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മലകൾ കയറി ഇറങ്ങി പോകുമ്പം പ്രകൃതി ഭംഗി നല്ലപോലെ ആസ്വദിച്ച് പോവാം. അതുകൊണ്ട് പീരങ്കികൾ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകാം, അങ്ങനെ കൊണ്ടുപോകണല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു ചെറിയ ടണലാണ്, ഒരു 10-200-300 മീറ്റർ നീളമുള്ളെന്ന് തോന്നുന്നു. ഈ ടണലുകളും ഒരുപാട് പാലങ്ങളും വന്നു ഈ മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. വേണ്ട, ആ മല കഴിഞ്ഞു, ആ ടണൽ കഴിഞ്ഞ് ഇതേ അപ്പുറം അടുത്ത ടണൽ. ഈ താഴെക്കൂടെ വഴിയുണ്ട്, പഴയ വഴി. അതെ, അതിലേ ഞാൻ വന്നിട്ടുണ്ട്. അതേ, ആ താഴെ കിടക്കുന്ന വഴിയെ. അപ്പോൾ ആ വഴിയൊക്കെ വരുമ്പം ഈ മലകളെല്ലാം കയറി ഇറങ്ങിയല്ലേ വരുന്നത്, ഒരുപാട് സമയമെടുക്കും ലോറി വരുമ്പോൾ. പക്ഷെ ആ പഴയ വഴി നിലനിർത്തേണ്ടതായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിൽ അതിലേ പോകാമായിരുന്നു, സ്ഥലങ്ങൾ കാണാം. ചിലയിടത്ത് അത് ഉണ്ട്, ചിലയിടത്ത് പക്ഷേ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തേക്കുക. ഇതുണ്ടോ, ഇതാ താഴത്തെ വഴി, പഴയ വഴി. ഇതുണ്ടോ, അത് കിടക്കുന്നത് ഈ സൈസ് വഴിയായിരുന്നു. ഈ വഴിക്കാണ് ഞങ്ങൾ ആദ്യം വരുന്നത്. ഓക്കെ, അടുത്ത ടണല്, മൂന്നാമത്തെ ടണലാണ്. ആകാശം എണ്ണിക്കണം കേട്ടോ. ഇത് 3, ഇത് ഇച്ചിരി വലിയ ടണലാണ്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ അടുത്ത ഒരു ടണലും കൂടെ ഉണ്ട്, കണ്ടോ. അങ്ങ് ആ ട്രാവലർ പോകുന്നത് കണ്ടോ. കണ്ടോ, ഇത് 3ാമത്തെ ടണൽ കയറി ഇറങ്ങി, ഇത് തൊട്ട് തന്നെ 4ാമത്തെ ടണൽ. കണ്ടോ, ഇതെല്ലാം ഓരോ മലകളാണ്. T4 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും ഓർത്തിരുന്നോണം. അല്ലല്ല, ഇത് പാറ ഉള്ളതുകൊണ്ട്. ഇത് മറ്റേ സിമെന്റ് സ്പ്രേ ചെയ്തേക്കുന്നല്ലേ, ഇതുണ്ടല്ലേ, കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. അതിപ്പോ നമ്മൾ താഴെ കണ്ടില്ലേ, മണ്ണ, ഒരുമാതിരി ഒട്ടും ബലമില്ലാത്ത മണ്ണ. ഇത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തേക്കുന്നതായിരിക്കും. ഇതുണ്ട്, അപ്പുറത്തെ ടണലിലേക്കുള്ള ഒരു പാസേജ് ഇത് കണ്ട്. അപ്പോൾ ഇതേ 4 മല കയറി ഇറങ്ങി നമ്മൾ എന്നാ പെട്ടെന്ന് ഇപ്പറേ വന്നെന്ന് നോക്കി. പണ്ടത്തെ വഴിയുടെ അവസ്ഥ വെച്ച് ഈ 4 മല കയറി ഇറങ്ങി ഇപ്പറേ വരണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. ലോറി വരാവുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ട്രിപ്പൊക്കെ വന്നപ്പോൾ ഈ ടണലൊക്കെ രാത്രിയിലാണ് നമ്മൾ വന്നത്. രാത്രിയിലാണ് പോയതല്ലേ. പകല് കണ്ടാലേ അതിൻ്റെ ഒരു ഓളമുള്ളൂ. അങ്ങനെ ഇത് കണ്ടുപോകാനാണെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ ചെല്ലാൻ നമ്മൾ 2 ദിവസം കൊണ്ടേ ചെല്ലുള്ളൂ. കണ്ടുപോയാൽ മതി. ഇപ്പോഴത്തെ അവസരം അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് ചെല്ലാം. ലോറി 7 മണിക്കൂർ കൊണ്ട് ചെല്ലായിരിക്കും. കാറിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് ചെല്ലാം. പണ്ടേ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ അടച്ചെന്നും അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയാണെന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പത്രത്തിലിങ്ങനെ വാർത്ത കാണുമ്പോഴേ അന്നേരം ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ടോ, ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലൊക്കെ നമുക്കൊന്ന് പോകാൻ പറ്റുമോ, അല്ലെ ജമ്മു ശ്രീനഗർ ഹൈവേ കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ മല ഇടിഞ്ഞ് വീണതാണോ? അത് അല്ല, റോഡ് പണിയുന്നതാണ് കേട്ടോ. അത് വീതി കൂട്ടുന്നു. അതെ, വീതി കൂട്ടുന്നല്ല, തന്നെ വീതി കൂടിയതാണ് കേട്ടോ. അത് മല ഇടിഞ്ഞ് വീണതാണ്. ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകാനുള്ള ഒരു കാരണം ഇവിടുത്തെ മണ്ണിനൊട്ടും ഉറപ്പില്ല. അത് തന്നെ ഇതിനകത്തല്ല ഈ ചരല് കല്ലുകളാണ്, ഉണ്ട കല്ലുകളാണ്. അതുകൊണ്ട് ബലമില്ല മലയ്ക്കൊന്നും. അപ്പോൾ ആ ഒരു വണ്ടി ലോറി കിടക്കുന്നുണ്ടോ, അതേടോ ഇതിന് താഴെ പോയതെന്ന് തോന്നുന്നല്ലോ. എന്നിട്ടത് വലിച്ചിവിടെ കൊണ്ട് ഇട്ടേക്കുന്ന ആ വണ്ടിയെ.
ഈ കുഴിയിലോട്ടങ്ങാണ്ട് പോയതായിരിക്കും. അതെ അതെ. പോയി മൊത്തം പോയി. മൊത്തം പോയി കണ്ടോ. ഒന്ന് കഴിക്കൊന്നും വേണ്ടേ? ഇനി പട്ടി വരത്തില്ല, നിങ്ങൾ ഉറപ്പ് തരാമെങ്കിൽ മാത്രം ഞാൻ ഇറങ്ങി. പട്ടിയോ? അതെങ്ങനെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്? പട്ടിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് പറയാം. പട്ടി രാവിലെ ആകാശ് ബ്രോയുടെ ജീവൻ എടുത്ത്. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടങ്ങ് പോവാം. പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്നുണ്ടോ? ശരിക്കും ഞാൻ പറയാം, ഈ പാത്രം കണ്ടോട്ടോ ഞാനിവിടെ നിർത്തിയത്. ഇതെന്നിട്ട് ഞങ്ങൾ കണ്ടില്ല വണ്ടി ഇരുന്നിട്ട്. ഈ പാത്രങ്ങൾ ഞങ്ങൾ കണ്ടില്ല. ഞാൻ കണ്ടു ആ ഓട്ടുപാത്രം, അതിന്റെ തിരികെ വരെ ഓടിന്റെ തന്നെയാണ്. ചെമ്പല്ലേ? അപ്പോൾ നമ്മൾ പ്ലെയിൻ പറാത്തയും ഒരു ബേഗൻ മസാലയും ഒരു ദഹിയുമാണ് ഓർഡർ ചെയ്തത്. ഇതാണ് 3 പ്ലെയിൻ പറാത്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദഹി, ബേഗൻ മസാല, നല്ല അച്ചാറും ഉണ്ട്. അച്ചാർ ഇതെന്നാന്നറിയാം, ഇത് ചാട്ട് മസാല. ഇത് അമ്പഴങ്ങയോ? അമ്പഴങ്ങ മാങ്ങ അല്ലേ? മാങ്ങ. ഒരു കാര്യം മാത്രം പറയാൻ മറന്നുപോയി അവരോട്, ഈ പ്ലെയിൻ പറയാൻ പറ്റില്ല. പ്ലെയിൻ ഞങ്ങൾ പറഞ്ഞത്. ബട്ടറിന്റെ കാര്യം പറയാൻ പറ്റുമോ? എണ്ണയുടെ ടേസ്റ്റ് കറിഞ്ഞു. ബട്ടർ ഇട്ടുണ്ടായിരിക്കും. ബട്ടറിന്റെ അല്ലല്ല, എണ്ണയുടെ കറിക്ക്. കറിക്ക്. പക്ഷെ ഇത് പറാത്ത നല്ല കേട്ടോ, അടിപൊളി പൊറോട്ട. ഒരെണ്ണം കഴിച്ചാൽ മതി. 2 ദിവസമായിട്ട് തന്നെ പരിപാടി. നമുക്ക് കാശ്മീർ താഴ്വരയിൽ ചെന്നിട്ട് കുക്ക് ചെയ്യണോ, മലകൾക്കിടയിൽ വെച്ച് കുക്ക് ചെയ്യണോ? നല്ലൊരു കുക്കിംഗ് ആക്കിയാലോ ഇടയ്ക്ക് നമുക്കിന്ന് നോക്കാം. അയ്യോ, പഴയങ്ങനെ ശാല ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ വണ്ടി ഒന്ന് കഴുകണം അത്യാവശ്യമായിട്ട്. ഇതുണ്ട ലോറിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്ന അതെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ കാല് അതേപടി നിൽക്കുക. ഓക്കെ, നമ്മുടെ വണ്ടി എങ്ങാനും ലോഡും കൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ടയർ എപ്പോൾ പൊട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. ഇന്നലെ തുണി കഴുകിയിട്ടതാണ്, വെള്ളമൊന്നും തോർന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോഴേ കഴുകിയിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവിടെ നല്ല വെയിലായിരുന്നു. ഉണങ്ങി കിട്ടിയായിരുന്നു നല്ലപോലെ. ചോറും കറിയൊക്കെ വെക്കാൻ പോയില്ലേ? ഇതാണ് നമ്മൾ തുണി വിരിച്ചിടുന്ന സ്ഥലമാണ്. ഇത് 2 ചെറിയ ആയ, പിന്നെ അവിടെ ഒരു കമ്പിയുണ്ട്, അവിടെ വിരിച്ചിട്ട് പ്രത്യേക സൈഡിലും ഉണ്ട് അതുപോലെ. ശരിക്കും ഇത് 4 ലൈനാണ്. ഇത് സർവീസ് റോഡാണ് നമ്മളീ പോകുന്നത്. ഇതുണ്ട് ഇവിടെ ഒരു മറ്റേ ബാരിക്കേഡ് ഉണ്ടായിരുന്നു, വേലി ഉണ്ടായിരുന്ന അത് കട്ട് ചെയ്ത് മാറ്റി. ഉണ്ടോ അതിൻ്റെ ആ തൂണുണ്ടോ അതേപടി കുറ്റിയായിട്ട് ആ ആംഗ്ലർ നിൽക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലെ ഈ ലോറിക്കാർക്ക് മാത്രമല്ല, കാറുകാരുടെ ആണല്ലോ അതിലെങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ടയർ പൊട്ടിപ്പോകും. നോക്കിയാൽ എത്ര എണ്ണം നോക്കിയേ, അതങ്ങനെ തന്നെ വെച്ചേക്കുക. ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ഇട്ട് ശാലം മൂടിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിരുത്തരവാദപരമായ കാര്യമാണിത്. ഇതേ ശ്രീനഗർ 221, പട്നിടോപ്പ് 86, ഉദംപൂർ 39. പട്നിടോപ്പ്. ഇതേ കട്ടറയ്ക്ക് ഇറങ്ങി പോകുന്ന ഇതിലെ അങ്ങോട്ട് പോകണം. ഒരു 10 കിലോമീറ്റർ കാണും. 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇതേ ലേ 677. അതാ പട്നിടോപ്പ്. പട്നിടോപ്പ് നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ അവിടെ പോയതാ. അതെ, ലഡാക്ക് ട്രിപ്പില് അവിടെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട്. അതെ, ഗൊണ്ടോല. അതെ, മലയുടെ മുകളിലേക്ക് കേബിൾ കാറിൽ പോവാം. ഹെവി ആയിരുന്നു അല്ലേ? അതുകൊണ്ട് ഒരു വണ്ടി ഇടിച്ചു കിടക്കുന്നത്. ഞങ്ങൾ ഓരോ പൊറോട്ട കഴിച്ചുള്ളൂ, ലാച്ച പൊറോട്ട കഴിച്ചുള്ളൂ. നീ 2 എണ്ണം കഴിച്ചല്ലേ? ഉണ്ടോ താഴേക്ക് നോക്കി, ഇല്ല കണ്ണുനീര് പോലത്തെ വെള്ളം കേട്ടോ. അവിടെ ഒരു ഇരുമ്പ് പാലവും കഫ്റ്റേരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഡാമി ഒരു ഫോട്ടോ എടുക്കട്ടെ ഇവിടെ നിർത്തിക്ക്. നമുക്ക് ഡാമിക്ക് അയച്ചു കൊടുക്കാത്. ഡാമി വായിച്ച് മനസ്സിലാക്കും. എഴുത്തിനൊക്കെ ഇരുത്തിയല്ലേ, ഇനിയിപ്പോ വായിക്കാനും പഠിക്കാനൊക്കെ സൂര്യ ചേച്ചി പഠിപ്പിച്ച് കാണാതിരിക്കും. ആ വണ്ടിക്കകത്ത് വലിയൊരു ഇഡലി കുട്ടകം ഇരിക്കുന്നു. അത് ശരിയാണല്ലോ. ഒന്നെങ്കിൽ ആർമിയുടെ വണ്ടിയാ, പക്ഷെ ഒന്നെങ്കിൽ മലയാളി അല്ലെങ്കിൽ അണ്ണൻ തമിഴ്നാട്ടുകാരാകാനാ സാധ്യത. ഒന്നെങ്കിൽ മലയാളി അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ. അതെ, പിന്നെയും പോയ ആന്ധ്ര. അതെ, ആന്ധ്ര, പിന്നെ കർണാടകയെ ആവാം. അതായിരിക്കാം.
എന്നാണേലും സൗത്ത് ഇന്ത്യൻസാ. അതെ അതെ. മറ്റേ രാജസ്ഥാനിലൊക്കെ കണ്ട ലോഡ് ഇത് അവിടെ നിന്ന് കൊണ്ടിരുന്നത് ഇങ്ങോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടിരുന്നാന്ന് തോന്നുന്നു. അവിടെ ഇറക്കാൻ വന്ന് കിടക്കുന്ന അവിടെ. ഇതല്ല ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ്. പ്രദീപ് പപ്പു അല്ല പർദീപ് പപ്പു എന്നാട്ടോ. പർദീപ് പപ്പു. അതുകൊണ്ട് അതൊരു നദിയാണ്. പക്ഷെ ഇവിടെ ഒന്നും തണുപ്പായിട്ടില്ല. ഇന്നലെയൊക്കെ ആണെങ്കിലും ജമ്മുവിലൊക്കെ രാത്രിക്ക് ഒരു 18 ടെമ്പറേച്ചർ ഉണ്ട്. പകലൊരു 30-32 വരെ ഉണ്ട് ടെമ്പറേച്ചർ. ഇപ്പം നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. ശ്രീനഗറിലേക്ക് ചെല്ലുമ്പം കുറച്ചുകൂടെ തണുപ്പുണ്ടാവും. എന്നാലും വലിയ തണുപ്പൊന്നുമില്ല, ആയിട്ടില്ല. തണുപ്പുള്ള സമയത്ത് വന്നാലേ ഇത് ആ മുകളിൽ മൊത്തം മഞ്ഞായിരിക്കും മിക്കവാറും നമ്മൾ വരുമ്പോൾ കാണാം. ഇപ്പം എല്ലാം മഞ്ഞെല്ലാം ഉരുകി. ഇവിടെയാണ് നമ്മൾ 6 ദിവസം വഴി ബ്ലോക്കായി കിടന്ന സ്ഥലമായത്. താവി നദിയാ താഴെക്കുന്ന. താവി നദിയുടെ കൈവഴികളല്ല. ഇവിടെ നമ്മൾ 2 ദിവസമേ കിടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ടാ പിന്നെ കിടന്നല്ലേ. കുറച്ചേ വണ്ടി വിടുന്നതനുസരിച്ച് മുന്നോട്ട് പോയി. അന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് കട ആ ഷട്ടർ ഇട്ട് അതൊക്കെ നിർത്തി. നമുക്ക് ഓർമ്മകളൊന്ന് പുതുക്കിയിട്ട് പോവാം ഇവിടെ നിർത്ത്. അന്ന് നമ്മൾ രാത്രിയിൽ അവിടുന്ന് താഴേന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികൾ എടുക്കാം. അപ്പം നമ്മളിങ്ങനെ അപ്പുറേ ചെന്നിട്ട് തിരിച്ചിട്ട് ആ കടയുടെ അവിടെ കൊണ്ട് നമ്മുടെ വണ്ടി ഇട്ടത്. 2 ദിവസം നമ്മളിവിടെ കിടന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി അന്ന് ഞാൻ എൻ്റെ ഫോട്ടോ എടുത്താ. അതെ, അന്ന് നല്ല രസമായിരുന്നു. ചുറ്റും വണ്ടികളുണ്ടായിരുന്നു. ഫ്രണ്ടിലും പുറകിലും എല്ലാം ഫുള്ള് വണ്ടികളല്ലായിരുന്നു അന്ന്. പക്ഷെ നമ്മൾ വരുമ്പോൾ ഇതിലും ഒക്കെ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. ആ കാണുന്ന ആ മലയുടെ മുകളിൽ കൂടെ അതുവഴി നമ്മൾ കട്ടറയ്ക്ക് പോകും. അതിലെ ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ, ആ വഴി വരുന്ന ഇതേ ആ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കട്ടറയിലേക്ക് പോകുന്നത്. ആ ഭാഗത്താണ് കട്ടറ. ആ കടയിൽ അന്ന് ഒരു ദിവസം വൈകുന്നേരം നമ്മളെ അവിടെ ഒരു പുള്ളിയല്ലായിരുന്നു കട നടത്തുന്നത്, ഒരാളെ ഉള്ളായിരുന്നു. അപ്പം ഡ്രൈവർമാരായിരുന്നു അവിടെ വന്ന് റൊട്ടി ഉണ്ടാക്കുന്നതൊക്കെ. എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതൊരു നല്ല രസമായിരുന്നു. അവിടെ ആ വീഡിയോക്കകത്തുണ്ടത്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് സുരേഷിനെ കാണുന്നത്. അതെ, സുരേഷിനെ കാണുന്നത്. തമിഴ്നാട് വണ്ടിയല്ലേ. പിന്നെ മറ്റേ അണ്ണൻ അന്നാ പറഞ്ഞ അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞേ. അതെ അതെ. അന്ന് എനിക്ക് അവര് ചോറൊക്കെ തന്നായിരുന്നു, ചോറും ചമ്മന്തിപ്പൊടിയും. അതെ അതെ. ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു വഴി അന്നേരം. അതായത് ഓരോ പാർട്ടായിട്ടാണ് വിടുന്നത്. കുറേ വണ്ടികൾ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ തടഞ്ഞിടും. അവിടുന്ന് വിട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്ത വണ്ടികൾ വന്നവരും അങ്ങനെയായിരുന്നു. അവിടുന്ന് രാവിലെ ആയിട്ട് നടന്ന് കുറേ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയാൽ വാഷ്റൂമിലൊക്കെ പോയേ. ശ്രീ മാതാ വൈഷ്ണോദേവി നാരായണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ നാരായണ ഹെൽത്ത് വെൽക്കംസ് യു. ഈ ഹോട്ടലിലാണ് നമ്മളന്ന് വാഷ്റൂമിൽ പോകാനൊക്കെ ആയിട്ട് രാവിലെ വന്നത്. അതെ, ഒരു 1.5 കിലോമീറ്റർ നടന്ന്. ട്രിപ്പ്, രണ്ടാമത്തെ ട്രിപ്പ് കാശ്മീരിൽ നിന്ന്. കടയും തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കയറി വന്നു. ഇവിടെ പക്ഷേ കുറച്ച് നേരം ഒരു 2-3-4 മണിക്കൂർ ഇവിടെ കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി. അതെന്നറിയാം, അതവിടെ പോലീസുകാരോട് നമ്മൾ പറഞ്ഞപ്പോൾ 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ അവർ മുന്നേ പോയി കിടന്നോളാൻ പറഞ്ഞ് നമ്മളെ മാത്രം കയറ്റി വിട്ടതാണ്. ആ മലയുടെ മുകളിൽ കാണുന്നതാണ് വൈഷ്ണോദേവി ക്ഷേത്രം. അങ്ങ് അകലെ കാണുന്നത്. ഈ താഴെ കൂടെ കിടക്കുന്ന വഴിയാണ് നമ്മൾ കട്ടറയിലേക്ക് പോകുന്നത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ കട്ടറ ചെന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ കട്ടറ പോകുന്ന വഴിയാണ് താഴെ കൂടെ കാണുന്നത്. ചുറ്റിക്കറങ്ങി വേണം. അതെ, നമ്മളന്ന് ലോറിയും കൊണ്ടാണ് പോകാൻ നേരം ഒരു ട്രിപ്പ്. അത് ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? ആ പാലത്തെ കൂടെ ഒക്കെ പോയി ഓർക്കുന്നുണ്ട്. കാശ്മീരിലേക്ക് വന്ന ഓരോ ട്രിപ്പും മറക്കാൻ പറ്റാത്തതാണ്. കണ്ടോ, ആ പാലത്തെ കൂടെ ഒക്കെയാണ് പോയത്. പിന്നെ കട്ടറയിൽ ചെന്നിട്ട് നമുക്കൊരു 12 കിലോമീറ്റർ മലയുടെ മുകളിൽ കയറി ചെല്ലണം ഈ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ. നടന്നു പോവാം, കുതിരപ്പുറത്ത് പോവാം. ഇല്ലെങ്കിൽ 6 കിലോമീറ്റർ നടന്ന് ചെന്നാൽ അവിടുന്ന് ഇലക്ട്രിക് കാറിന് പോവാം 6 കിലോമീറ്റർ. ഇല്ലെങ്കിൽ ഹെലികോപ്റ്ററിനും പോവാം. അങ്ങ് ആ മലയെ കാണുന്നത് കണ്ടോ, ഒരു ചെറിയ വെളുപ്പ് കാണുന്നത് കണ്ടോ, അതാണ്. ഏറ്റവും ടോപ്പിലാണ് വൈഷ്ണോദേവി ടെമ്പിൾ. ഏറ്റവും മുകളിൽ അതല്ല, അതിൻ്റെയൊക്കെ മുകളിലാണ്. ഞങ്ങള് ആദ്യത്തെ 6 കിലോമീറ്റർ നടന്നു പോയി. നടന്ന് മടുത്ത് മുകളിൽ ചെന്നപ്പം അവിടുന്ന് പിന്നെ ഇലക്ട്രിക് കാറുണ്ട് 6 കിലോമീറ്റർ. തിരിച്ചും അതേപോലെ തന്നെ 6 കിലോമീറ്റർ ഇലക്ട്രിക് കാറിന് വന്നിട്ട് പിന്നത്തെ 6 കിലോമീറ്റർ നടന്നു പോന്നു. അയ്യോ, മടുത്ത് പോയി. ഒരു ഉച്ച 10-11 മണിക്ക് പോയിട്ട് രാത്രി 12 മണി 1 മണി ആയപ്പോഴാണ് തിരിച്ച് റൂമിലെത്തിയത്. അതല്ല രസം. ഞാൻ എന്റെ കോട്ടൊക്കെ എടുത്തോണ്ട് പോയേ. ഇവർ രണ്ടുപേരും കോട്ടൊന്നും എടുത്തില്ല. ഞാനും ചായയും. എന്നാലും താഴെ നല്ല ചൂട്. തണുപ്പൊന്നും കാണുകയില്ലായിരിക്കും എന്ന് പറഞ്ഞു. മുട്ടിഞ്ഞോ തണുപ്പ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 2 ഉള്ള ടെമ്പറേച്ചർ. എന്നിട്ട് അവിടെ കോട്ട് വല്ലതും കിട്ടും. എന്നിട്ട് ഷാളാ കിട്ടിയേ. ഷാളൊക്കെ മേടിച്ച് പോതിച്ച്. ഗ്ലൗസും മേടിച്ചു. അതെ, അങ്ങനെ അത് ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ വന്നപ്പോഴാണ് വൈഷ്ണോദേവി ടെമ്പിളിൽ പോയത്. അത് കണ്ടോ, അത് റെയിൽവേ ലൈനാണ് പോകുന്നത്. ആ പാലം നോക്കി, എന്നാ പാലം വന്ന് നോക്കി. നല്ല രസമല്ലേ?
നമ്മളന്ന് പോകുമ്പോഴേ അമ്പലത്തിൽ പോകുമ്പോ ഇത്രയും നടക്കാനുണ്ടെന്നുള്ളത് ഒന്നും അറിയത്തില്ലല്ലോ. ഇത്രയും പാടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ കുറെ അങ്ങ് നടക്കുകയും ചെയ്തു. പിന്നെ അതെ, അയ്യോ പെട്ടുപോയി. അത് തെറുതി വെച്ച് പോയതുകൊണ്ടാണേ. അപ്പം അതൊക്കെ സമയമെടുത്തല്ലേ വെളുപ്പിനെ വല്ലതും കയറി പോയിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു മന്ദിര, ശ്രീ മഹാകാളി മന്ദിർ. ഇതിലേ കയറിപ്പോവാം. ഇതിലേ പോട്ടെ. ഇതിലേ പോയിട്ട് അതിലേ ഇറങ്ങി വരാം. ടിക്രി എന്നായി സ്ഥലപ്പേര്. ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ളൊരു കാളിദേവി ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് അങ്ങ് മലയുടെ മുകളിൽ വൈഷ്ണോദേവി ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിലെ അങ്ങനെ കറങ്ങി വന്ന് വീണ്ടും നമ്മുടെ ഹൈവേയിലേക്ക് കയറാം. അന്നതേ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു തോടുണ്ട്, അവിടെ പോയി കുളിച്ചാൽ ഈ പോകുന്നതൊക്കെ ആയിരുന്നു. പഴയ വഴി അതായിരുന്നു. ഈ സ്ഥലപ്പേരാണ് ടിക്രി. ഇവിടുന്ന് കട്ടറയ്ക്ക് ഇറങ്ങിപ്പോയത് ലെഫ്റ്റിലേക്ക് പോകുന്ന കട്ടറ പോകുന്ന വഴിയാണ്. അതൊരു ക്ഷേത്രം ഇവിടുത്തെ. ആ സൈഡിൽ സർവീസ് സ്റ്റേഷൻ കാണുന്നുണ്ട്. നമുക്ക് അപ്പുറം പോയി കറങ്ങി വരാം, എന്നിട്ട് കഴുകിയിട്ട് പോകാം. വണ്ടി മൊത്തം ചെളിയാണ്. അപ്പോൾ ഇവിടുന്ന് യൂ ടേൺ എടുത്തു. അവിടെ 2 സർവീസ് സെൻ്റർ ഉണ്ടല്ലേ. എന്നാൽ അപ്പുറമൊക്കെ തിരക്കില്ലാത്തടത്ത്. അതാകുമ്പോൾ പെട്ടെന്ന് കഴുകി കിട്ടുമല്ലോ, എന്നിട്ട് പോകാമല്ലോ. അത് നോക്കി എത്ര കുതിരയാന്നുണ്ടോ. ചിലപ്പോ കത്രയിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ഈ ചുമടൊക്കെ ശരിയാ. അവിടെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള അല്ല, ഒരാളുടെ പുറത്ത് മാത്രമേ ലോഡുള്ളല്ലോ. 2 പേരുടെ മേത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രമല്ല, നമ്മള് ആൾക്കാരും ദൂരപ്പുറത്താ പോകുന്നത്. പക്ഷെ അത് ഇതിൽ ഇച്ചിരി വലിയ കുതിരയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അണ്ടതെ സർവീസ് ചെയ്യുന്ന ഇതിൻ്റെ അപ്പുറത്തൂടെ ചെല്ലാനാണ് അവർ പറയുന്നത്. ഇത് പോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി കയറ്റി. ഇവിടെ ആക്കിയാലും വണ്ടിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കുമായിരിക്കും. നമ്മളെ നാട്ടിൽ നിന്ന് പോന്നിട്ടേ പല പ്രാവശ്യം കുളിച്ചു, പക്ഷെ നമ്മുടെ വണ്ടിയെ ഇതുവരെ കുളിപ്പിച്ചില്ലായിരുന്നല്ലോ. ഇന്ന് നല്ലപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. 2-3 പേരുണ്ട് കഴിയാൻ. കഴിക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറച്ച് സമയം എടുക്കുമായിരിക്കും അല്ലേ. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. വേണേ കയറി ഇരിക്കാമല്ലോ ഇവിടെ. അതെ, ഇരിക്കാൻ ഇച്ചിരി കൂടെ സ്പേസ് വേണമായിരുന്നു. അത് ഇരിക്കാനുണ്ടാക്കിയേക്കുന്നതല്ല. ആകാശിന്റെ പൊടി പോലും കാണുന്നില്ലോ. ആകാശ് വണ്ടിയുടെ അടുത്തുണ്ട്, പറഞ്ഞ് കഴിയിക്കുക. അതെ, രാവിലെ ആകാശയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നു. നല്ലൊരു സെറ്റപ്പ്. ഇങ്ങനെ കയറി ഇരിക്കാനുള്ള സെറ്റപ്പ്. പുള്ളി കാണണ്ട, ആളില്ല ഇവിടെ. ആളുണ്ടായിരിക്കും, അതായത് ഡോറ് തുറന്ന കളയാണ്. രാവിലെ പട്ടിയിട്ട് ഓടിച്ചു എന്നാ പരിപാടിയായിരിക്കും. രാവിലെ എന്നാ സംഭവം നീ കണ്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ചായ കുടിക്കാൻ വേണ്ടി അവിടെ പോയി വാഷ്റൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞില്ല, ഇത് ഈ പറമ്പിലോട്ട് കയറി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞ് ചായ കുടിച്ചിട്ട് എനിക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകണം, എന്ന് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവിടെ പോയൊരു കുപ്പിക്കകത്തൊരു കുപ്പി വെള്ളമൊക്കെ എടുത്തണ്ടേ ആ കടയുടെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് കയറി കഴിഞ്ഞതിന് ഒരു കാറിച്ചയും അവിടെ ഒരു ഒറ്റ ചാടി ഇപ്പറ വന്ന് വീണു. ഇവൻ ചാടുന്നതും കാറുന്നതും ഞാൻ കേട്ടു. അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൂടിൻ്റെ വെളിയിലാണ് പട്ടി നിൽക്കുന്നത്. 1 മീറ്റർ നീളമുള്ള ഒരു ചെയിനയില് ഇത്ര നീളമേ ഉള്ളൂ, അത് പൂട്ടിയിട്ടേക്കുക. ഇവൻ കയറി ചെന്നപ്പോ ഇതൊന്ന് കുറച്ചു. അതൊരു ശകലെ കൂട്ടിന്ന് ഇറങ്ങിയതേ ഉള്ളന്നേന്. പിന്നെ ടോയ്ലറ്റിൽ പോവാൻ വേണ്ട, അതുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ ഇപ്പറ ഒരു പമ്പി നിർത്തിയിട്ട് അവിടെ പോയത്. അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണിക്കാൻ പറ്റിയില്ല, അതാ എനിക്ക് വിഷമം. ഇതെടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. വലിയ കുഴപ്പമില്ല, നല്ലപോലെ കഴുകുന്നുണ്ടെന്ന് തോന്നുന്നു. കഴുകിയപ്പോഴേ വണ്ടി അങ്ങ് കഴുകാഞ്ഞിട്ടങ്ങ് ഭയങ്കര അല്ലേ ചെളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നാ മഴയായിരുന്നു വന്ന വഴിയല്ലേ. എല്ലാ സ്റ്റേറ്റിലും ചെളിയുണ്ടായിരുന്നു. ആപ്പിളിലോടാ, ആപ്പിൾ വാലി ഷോപ്പൂറുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആളല്ല. ഷോപ്പൂർ എവിടെയാണെന്നറിയാം, നമ്മൾ പണ്ട് 2ാമത്തെ ചായ ഉള്ള ട്രിപ്പാണെന്ന് തോന്നുന്നു. നമ്മൾ പോയിട്ട് ഒരിടത്ത് പോയിട്ട് ഓർക്കുന്നുണ്ടോ, നമ്മളാ മീൻ വറുത്തതും ആ സ്ഥലമാണ് ഷോപ്പൂർ. ഗുൽമർഗ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് തന്നെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ അതെ, വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നത്, ഗ്ലാസ്സിലെല്ലാം ഒരു സൈസ് പാടാ. അത് പിന്നെ തുടച്ചോണ്ടിരിക്കുക. ബോഡി വാഷ് ചെയ്യുന്നതിന് 500 രൂപ. പോയേക്കാം. രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ
പിന്നെ ബോഡി വാഷ് ചെയ്യുന്നതിന് 300 രൂപയൊക്കെ ഉള്ളൂ. അവിടെ ഒരുപാട് സർവീസ് സെൻ്ററുകളുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1000 രൂപ 1500 രൂപ അത് തോന്നുന്ന പോലെ മേടിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ അവിടെ കഴിയാലും മലയാളികൾ തന്നെ കഴുകുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ട് കഴിയുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതില്ല. എല്ലാം എവിടെ ചെന്നാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അതുകൊണ്ട് പിന്നെ എല്ലാം കണക്കാം. ഇവിടെ കഴിയുന്നു അവിടെ കഴിയുന്നു ഒക്കെ. വണ്ടി കഴിയപ്പോഴേ നല്ലൊരു സുഖം അല്ലേ? NH44 ഇതുണ്ടോ? ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയില്ലേ, ഇതൊക്കെ പഴയ വഴിയായിരുന്നു. ഇവിടെ ഒക്കെ പഴയ വഴി ഇറങ്ങിപ്പോകാന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ ആ കാറ് വരുന്നുണ്ടോ? അതൊക്കെ പഴയ വഴിയായിരുന്നു. പഴയ വഴിയിൽ പോകാന്ന് പറഞ്ഞാലേ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ലോറിയും കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര താമസമാണ്. 1 മണിക്കൂർ 10 കിലോമീറ്ററൊക്കെ ഓടും. തക്രാൻ നമുക്കേ ഇന്ന് നമ്മള് ചെനാനി സ്ട്രീറ്റ് ടണൽ കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെ കിടക്കാം പോണ്ടേ ഇപ്പം? അല്ല ബാക്കി എന്നിട്ട് നാളെ പോയപ്പോരെ. അതെ, ഏറ്റുമാനൂര് പഞ്ചായത്തിലുള്ള വഴി ചോദിച്ചാൽ മേഡത്തിന് ഇപ്പൊ അറിയത്തില്ല. കാശ്മീരി ചോദിച്ചാൽ പറയുന്നത്. അതെ, കാശ്മീർ കാണണമെന്ന മോഹവുമായിട്ട് എത്ര നാളിരുന്നാന്നറിയോ? എന്നിട്ടല്ലേ അവസാനം കാശ്മീർ പോകുന്നത് 2022. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, നാലാമത്തെ ട്രിപ്പ് കാശ്മീരിന്. അതെ, ലോറിയിൽ 3ാമത്തേതും മൊത്തത്തിൽ 4ാമത്തെ ട്രിപ്പുമാണ് കാശ്മീരിന് വരുന്നത്. പിന്നെ കാശ്മീർ കാണണമെന്ന മോഹത്തിൽ നിന്നാണല്ലോ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും തുടക്കം. ഇതുണ്ടോ ആപ്പിൾ കയറ്റിയ വണ്ടി ഉണ്ടോ? എത്ര എണ്ണമാണ്? ഒരേ കമ്പനി വണ്ടി തന്നെയാണ്. അപ്പം കാശ്മീർ ട്രിപ്പ് 2ാം ട്രിപ്പിൽ ഇവിടെ വന്നാണ് ഒരു 4 ദിവസം കിടന്നത്. മോദി ഗ്രൗണ്ട് എന്നായി ചില പേര്. സീസൺ 2. അതെ. അയ്യോ, ആ കൊച്ചിന്റെ അടുത്ത് വരെ പോയിരുന്നു. പറയല്ലേ, അവരുണ്ടോന്ന് അറിയത്തില്ല. വല്ല സ്കൂളിലും പോയി കാണും. സ്കൂളിൽ പോയാൽ ഇവിടെ തടയും. ഇതിന്റെ പുറകോട്ടായിരുന്നു വണ്ടികൾ കിടന്നത്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ കൊണ്ടിട്ടായിരുന്നു, ഈ റൈറ്റ് സൈഡിൽ കൊണ്ടിട്ടായിരുന്നു. ഇവിടുത്തെ ഒരു സാറൊക്കെ നമ്മുടെ ഒരു നല്ല പരിചയക്കാരനായിരുന്നു. പുള്ളി റിട്ടയറായി. ഞാൻ ഇവിടെ വിളിച്ചായിരുന്നു പുള്ളിയെ. ആണോ? ക്ലാസ് ഉള്ള ദിവസമായോണ്ടേ സ്കൂളിൽ പോയി കാണും. കാണത്തില്ല അവിടെ. ഓട്ടോ ഉണ്ടോ? ഇത് ഓട്ടോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ട്രെയിലറാണ്. അതിനടിയിലിരുന്ന് ഡ്രൈവർമാർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. ഇതെല്ലാം ഇങ്ങോട്ട് കാശ്മീരിന് പോകുന്ന വണ്ടികളാണ്. എന്തായാലും ഇതൊക്കെ ഈ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമുള്ള സാധനങ്ങളായിരിക്കും. ഇതൊക്കെ കമ്പി വണ്ടിയൊക്കെ. അവിടെ നമ്മൾ ആ വണ്ടി ഇട്ടെടുത്ത് കുറേ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മളൊരു കുളത്തിൽ പോയി വെള്ളം കോരി കുളിക്കുകയൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ടോ രാത്രിയിൽ? അതെ, 4 ദിവസം അവിടെ കിടന്നതല്ലേ. ഇതെല്ലാം റോഡ് പണിക്കൊക്കെ പോകുന്ന കമ്പികളാണ്. നോക്കി എത്ര വണ്ടിയാന്ന് നോക്കി. 4ാമത്തെ ദിവസം രാവിലെ അല്ലേ നമ്മള്? അതെ, ഈ അത്രയും ദിവസമായിട്ട് വഴി ഓപ്പൺ ആവാത്തതുകൊണ്ട് പിന്നെ നമുക്ക് കാശ്മീർക്ക് ഇറങ്ങാൻ പോവാന്നും പറഞ്ഞ് പകൽഗാം പോയി അല്ലേ. പോലീസ് ഓഫീസറല്ലേ പറഞ്ഞു നമ്മളോട് വഴി ഇനി ഓപ്പൺ ആവാൻ താമസിക്കും, നിങ്ങൾ വേണേ പൊക്കോളാം. നിങ്ങൾ വേണേ കറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പോയി കറങ്ങിക്കോ, ഒരാളെ ഏൽപ്പിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ജോബിയെ വണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയത്. യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു. അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് നമ്മളന്ന് ഒരു തവേര കയറിയാണ് പോയത്. ഇത് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക ഈ വണ്ടി. അതിൻ്റെ പിറ്റേ ദിവസം കണ്ട് വഴി ഓപ്പണായി. ജോബി പിന്നെ വന്നു. നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ വന്ന് കയറിയാണ് സവോള ഇറക്കാൻ വേണ്ടി പോയത്. ഓ ഇല്ല, സവോളയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്ന ലോഡ് കയറ്റിയിട്ട് 11ാമത്തെ ദിവസം 12ാമത്തെ ദിവസം അങ്ങാണ്ടായത് പിന്നെ കാശ്മീർ ചെല്ലുന്നത്, നാസിക്കിൽ നിന്ന്. സവോളയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ പടുതൊക്കെ സൈഡിൽ നിന്നേ ആവിക്കാതിരിക്കാൻ പൊക്കി വെച്ചു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഓർത്ത് കുറേയെങ്കിലും ചീഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പാർട്ടി എന്നാ പറയുന്നത്, നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ വന്നിടത്ത് കുറച്ച് പുറകിന്നേ ഒരു 5-6 കിലോമീറ്റർ പുറകിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിരുന്നെങ്കിൽ 10-50 കിലോമീറ്റർ പോകണം. പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ മറ്റേ നമ്മുടെ ചെനാബ് ബ്രിഡ്ജ് കാണാമായിരുന്നു. റെയിൽവേ ബ്രിഡ്ജില്ലേ? അതെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് ബ്രിഡ്ജ് കാണാൻ പോകായിരുന്നു നമുക്ക്. അത് നമുക്ക് എല്ലാവരും കൂടെ വരുന്ന ഒരു ട്രിപ്പിന് പോവാം, ഫാമിലി ട്രിപ്പിൽ പോവാം. കാശ്മീർ കാണണമെന്ന മോഹമായി കുറേ പേര് വീട്ടിരിപ്പുണ്ട്. എല്ലാവരെയും കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ആ യാത്ര അന്നത്തേനെ മാറ്റി. ഇതൊരു നദി, അതുകൊണ്ട് എന്ത് നീർക്കാക്ക ഇരിക്കുന്നത്. ഒത്തിരി പക്ഷികളുണ്ട്. ഇങ്ങനെ എത്ര പാലങ്ങളുണ്ടല്ലേ. അതെ അതെ. പോത്തിന്റെ കളറ് കണ്ടോ, നോക്കി ചെളിക്കകത്ത് കുളിച്ച്. അതിന്റെ കാലിന് എന്താ പറ്റി? അയ്യോ, ഇത് കണ്ടോ ഒരു വണ്ടി പുറകോട്ട് ഉരുണ്ട് പോകുന്ന കേട്ടോ. അവിടെ ആ മുന്നേ വണ്ടി നിർത്തിയിട്ടില്ലേ, അവിടെ നിർത്തിയ വണ്ടി എങ്ങനെ പുറകോട്ട് പോകുന്ന, പുറകോട്ട് വന്ന് ഇതേ കുഴിയിലോട്ട് പോയി. ലോഡൊക്കെ ഉണ്ടല്ലോ. ലോഡ് വണ്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആ ലോഡ് ഇറക്കിയിട്ട് വലിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് ഉദംപൂർ സിറ്റി.
ശ്രീനഗർ നേരെ. അപ്പോൾ ഉദംപൂർ എത്തി നമ്മൾ. പണ്ടത്തെ വഴി ഈ ഉദംപൂർ ടൗണിൽ കൂടെ ഒക്കെ ആയിരുന്നു വരുന്നത്. ഉണ്ടാ ടൂറിസ്റ്റുകളാണ് കേട്ടോ, 2 വണ്ടിയും ഗുജറാത്ത് വണ്ടിയാണ്. ഠണ്ട പഡാർ. ആ കർലായി കൽക്കി. സ്ഥലപ്പേരുകളെല്ലാം കൊള്ളാം അല്ലേ, വെറൈറ്റി സ്ഥലപ്പേരുകളല്ലേ. 1/2 കിലോമീറ്ററിനിടയ്ക്ക് 2 സ്ഥലപ്പേര്. സിയാൽ സല്ലാൻ അല്ലേ, അതെ കച്ചി, അതെ അതുണ്ടോ, അത് പൊട്ടിപ്പോയി. അപ്പം ആ പ്ലാസ്റ്റിക് ചാക്കലല്ലേ നിൽക്കുന്നത്. ആ ഇത് കണ്ടോ, ഈ മല കട്ട് ചെയ്ത് താത്ത ഇതിൻ്റെ വഴി പണിതേക്കുന്നത്. കല്ല് കണ്ടോ പെറുക്കി അടുക്കി വെച്ചേക്കുന്നത് നെറ്റിനകത്ത്. ആ ഈ സൈഡ് പക്ഷേ കോൺക്രീറ്റാണ്. നമ്മുടെ NH-66 വർക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട് അവിടെ. ഇതുണ്ടോ മുകളിൽ കൂടെ ഈ 2 സൈഡും തമ്മിൽ ബന്ധിക്കുന്ന പാലമാണ്. കണ്ടോ മുകളിലൊക്കെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ. ഈ ആപ്പിൾ സീസണിലേ കശ്മീരിൽ നിന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആപ്പിൾ പോകുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വണ്ടികൾ വരാറുമുണ്ട് ഇവിടെ. ഉദംപൂർ ചെനാനി 21 കിലോമീറ്റർ, പട്നിടോപ്പ് 45, ഡോഡ 110, റംബാൻ 48, ശ്രീനഗർ 186, ലേ 616. അതേ ഉറുദു ഇതല്ലേ ഈ ബോർഡാ നോക്കിയേ. ലോക്കൽ ഭാഷ ഉറുദു ആണ്. ആ ഇവിടുത്തെ ലോക്കൽ ഭാഷ ഉറുദു ആണോ? ആണോ? ഇവിടെ കാശ്മീരി ഭാഷയല്ലേ, കാശ്മീരി ഉണ്ട്. പിന്നെ മുസ്ലിംസ് കൂടുതലും ഉറുദു ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. മേളത്തെ റോഡിന്റെ അവിടെ ഒരു മസ്ജിദും താഴത്തെ റോഡിന്റെ അവിടെ ഒരു അമ്പലവും. എല്ലാം പോലീസ് പിടിച്ചിട്ടേക്കുന്ന വണ്ടികളാണ്. ആക്രിപ്പെട്ടിയോ? ആ ഇടയില്ലാഞ്ഞിട്ട് അതിനകത്തോട്ട് കയറ്റി വെച്ചേക്കുന്ന. പിന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ജഖനി. വനങ്ങളൊക്കെ ഇല്ലേ ഉണ്ടല്ലോ. മൃഗങ്ങൾ തന്നെ ഇല്ലാത്ത മൃഗങ്ങളൊക്കെ കാണും. ഇതുണ്ട് ആ പോയായിരുന്നു, അത് പഴയ വഴിയായിരുന്നു, അതെല്ലാം പൊളിച്ചു കളഞ്ഞു. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഇതുണ്ട്. ഇപ്പൊ ഈ മലയുടെ എല്ലാം സൈഡിൽ കൂടെ ആയിരുന്നു. നേരത്തെ ഓരോരോ മല കയറി ഇറങ്ങിയായിരുന്നു പോകുന്നത്. നോക്കിയേ നല്ല രസമല്ലേ, നോക്കിയേ അങ്ങ് വരെ വഴി കാണാം, മലഞ്ചെരുവിൽ കൂടി മാത്രം. ഇതുണ്ട മുകളിലേക്ക് നോക്കിയേ, മണ്ണൊക്കെ ഇടിഞ്ഞു വരാൻ. അയ്യോ നല്ല മലയല്ലേ. വെള്ളം ഒഴിയെ പാടാന്ന് തോന്നുന്നത്. വെള്ളം ഒഴിയെന്ന് തോന്നേണ്ട കാര്യമുണ്ടോ? മൊത്തം വെള്ളം, മഴക്കാലത്ത് വെള്ളം വരുന്നതായില്ലേ. ഇതുണ്ടോ മലകൾ കണ്ടോ, ചുറ്റും മലനിരകൾ മാത്രം. കഴിഞ്ഞ വർഷം വന്നതിനെക്കാട്ടിലും ഒരുപാട് വഴിയുടെ പണി തീർന്നു. ഇത് മുകളിൽ നിന്ന് ഇടിഞ്ഞു പോകുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതുണ്ടോ ഒരു ഏരിയ മൊത്തം ഇടിഞ്ഞു പോകുന്നു. അതെ അവിടെ എന്താ പ്രശ്നമാണല്ലോ. ഒരു കാറുകാരൻ കണ്ട ലോറിക്കാരനെ വിലങ്ങി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം? അതെ എന്താ വിഷയമെന്ന് അറിയത്തില്ല. ഉടക്കാണോ? ഉടക്ക പഞ്ചാബ് വണ്ടിയാ. ഈ കാണുന്ന മലകളിലെല്ലാം ആൾക്കാർ താമസിക്കുന്ന. രാത്രിക്ക് വരുമ്പോൾ കാണാം ഈ മലയിലെല്ലാം ഇഷ്ടം പോലെ വെട്ടം ലൈറ്റുകൾ കാണാം. എല്ലാ സ്ഥലങ്ങളിലായിട്ടൊന്നും റോഡും ഇല്ല, ആൾക്കാർ നടന്നാ കയറി പോന്നെ. ആ അതെ കണ്ടോ. ഇതൊന്നും പിന്നെ ഒത്തിരി പൊക്കത്തിലല്ല, ഈ മലയിൽ എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ താമസിക്കുന്ന. കണ്ടാലേ കയറി വരുന്ന പോലെ ഉണ്ടല്ലേ. കണ്ടാലേ കയറി വരുന്ന പോലെ അല്ല പറഞ്ഞ, ഇത് വേറൊരു ഇതാ. കണ്ടാലേ കുറച്ച് കിലോമീറ്റർ അല്ലേ ഉള്ളു, ഇത് അതുപോലാണോ? എത്ര ദൂരമാണ് ഇങ്ങനെ ഇതേപോലെ കയറ്റവും ഇറക്കവും വളവും തിരിവും. ഇത് കണ്ടോ, ഇവിടെ ഇതിനടിയിൽ ഇറങ്ങി കുളിക്കായിരുന്നു. നല്ല ഐസ് പോലത്തെ വെള്ളമായിരിക്കും, നല്ല തെളിഞ്ഞ വെള്ളം. അവിടെ ആ മലയുടെ മുകളിലേക്ക് ഇപ്പൊ ആ വെള്ളം കണ്ടില്ല ഒഴി വരുന്നേ. അതിൽ ആട് കയറി പോന്നെ ഉണ്ടായിരുന്നു, ഒരു ആട്ടിടേനും ഉണ്ടായിരുന്നു. മുകളിലോട്ട് കയറി പോകുന്നു സൈഡിൽ കൂടെ. താഴെ കാണുന്ന നദിയില്ലേ ഇത്, വെള്ളമൊക്കെ കുറവാ. ഇത് താവി നദിയാ, ചെനാബ് നദിയുടെ കൈവഴിയാണ് താവി നദി. കണ്ടോ ഇതൊക്കെ ഇടിഞ്ഞു വരുന്ന. ഇത് കണ്ടാ ശരിക്കും പേടിയാവും അല്ലേ. ഇതുണ്ട് ആ മലയുടെ കണ്ടോ ഏറ്റവും ടോപ്പിൽ വീഴിരിക്കുന്നുണ്ടോ. ആ അതെ ഏറ്റവും മുകളിലുണ്ട്. ഞാൻ പുതിയ വഴി വന്നോണ്ട് പണ്ടത്തെ ആ ഒരു രസമില്ല അത്രയും. ആ വല്ലപ്പോഴും കാണാൻ വരുന്നവർക്ക് പ്രൗഢി പോയെന്ന് പറയാം, ഇവിടെ ഉള്ളവർക്കറിയാം അതിന്റെ അവസ്ഥ. ബുദ്ധിമുട്ട് വഴിയില്ലാതെ. ഇതൊരു കട, നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ. വണ്ടി എവിടെ ഒതുക്കും മല്ലയ്യ?
ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നോക്കാം. അത് വളവും മുന്നേ കൊണ്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ വളമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് പുറകോട്ട് നടക്കണം. ഓട്ടോറിക്ഷ വിളിക്കില്ലേ? ഓട്ടോ വിളിക്കാൻ ഓട്ടോ ഉണ്ടോ ഇവിടെ? ചെനാനി 11 കിലോമീറ്റർ. ഈ ജനാനി കണ്ട ചെന്നൈനെ വായിക്കത്തുള്ളൂ. മുകളിലോട്ട് നോക്കിയേ. അതെങ്കിൽ ഊർന്നു പോരുമല്ലോ ഇപ്പൊ. പോരുമല്ലോന്നല്ല, ഇതേ പോകുന്നു. വലിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. എന്നാ വലിയ പാറയല്ലേ. ഇപ്പം അടുക്ക, അതുകൊണ്ട് ഉറപ്പില്ല. എപ്പോഴും ഒരെണ്ണം തെറ്റി പോന്നാൽ ഇങ്ങ് പോരും. നോക്കിയോ എന്നാ വലുപ്പത്തിലാവുന്ന നിൽക്കുന്നത് നോക്കിയോ. ഇത്രയും ദിവസം അലുവാകൃഷ്ണൻ പോലത്തെ അല്ലേ കണ്ടത്? അതെ. ഇതുണ്ട് ആ നദിയിലെ കല്ലുകൾ കണ്ടോ? നല്ല മിനുസമുള്ള മിനുസമുള്ള എന്നാ വലിപ്പമുള്ള കല്ല. തെർമോക്കോള് വെട്ടിച്ച് കഴിഞ്ഞാൽ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, സിനിമ സെറ്റ് പോലെ. കല്ല് കിടക്കുന്ന കണ്ടിട്ടല്ലേ? ഇവിടെ ഒക്കെ ഇടിഞ്ഞു വന്നിട്ടുള്ള, മല ഇടിഞ്ഞു വന്നിട്ടുള്ളതാ. ആ മലയുടെ മുകളിലേക്ക് നോക്കി കണ്ടോ വീടുകൾ കണ്ടോ? ഇത് ഇവിടെ സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വണ്ടിക്കാർ തന്നെ കഴുകാന്ന് തോന്നുന്നത്. മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഓസ അത്. വണ്ടികൾ ഇങ്ങനെ ഓടി വരുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പം ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലെ ചെനാനി എടുക്കാറായി. ശ്രീനഗറിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.